+2 ഡിഗ്രി കഴിഞ്ഞ സ്റ്റുഡൻസിനും അവരുടെ പേരൻസിനുള്ള വീഡിയോ ആണത്. നിങ്ങൾ മസ്റ്റ് ആയിട്ടും കേൾക്കുക. ഓക്കെ, ഞാനിപ്പോൾ ഒരു മീറ്റിംഗിലായിരുന്നു. അതായത് ഒരു ക്ലയന്റുമായിട്ട് +2 കഴിഞ്ഞ സ്റ്റുഡന്റ് ആണ്. അവർക്ക് ബാംഗ്ലൂരിലോട്ട് സീറ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവരുമായിട്ട് സംസാരിച്ചപ്പോൾ അവരുടെ ഫ്രണ്ട്സ് എല്ലാം സീറ്റ് എടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ സംസാരിച്ചപ്പോൾ ഫ്രണ്ട്സുമായിട്ട് കോൺടാക്ട് ചെയ്തപ്പോൾ അവർ ഓൾറെഡി സീറ്റ് എടുത്തു. ഫ്രണ്ടിന്റെ ഫ്രണ്ടാണ് സീറ്റ് എടുത്ത് കൊടുത്തതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കോളേജ് ഏതാണെന്ന് ചോദിച്ചു, ഫീസ് സ്ട്രക്ചർ ഒക്കെ ചോദിച്ചപ്പോൾ സംഭവം അവർ പറ്റിക്കപ്പെട്ടു. അതായത് ഒരു 50,000 റുപ്പീസ് അവർ എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, അവരിപ്പോഴാണ് അത് അറിയുന്നത്. കാരണം നമ്മളുള്ള ഫീസ് സ്ട്രക്ചറും നമ്മൾ സ്കോളർഷിപ്പ് എല്ലാം ആഡ് ചെയ്തിട്ടാണ്. കാരണം നല്ല രീതിയിൽ ഫീസ് കുറയും നമ്മൾ ത്രൂ പോകുമ്പോൾ. പക്ഷെ ഇവരെടുത്തിരിക്കുന്നത് ഫീസ് സ്ട്രക്ചർ, കോളേജിന്റെ ഫീസ് സ്ട്രക്ചറിനും എക്സ്ട്രാ പേയ്മെന്റ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ വീഡിയോ ചെയ്യാൻ കാരണം +2 കഴിഞ്ഞാണ് മെയിനായിട്ട്. +2 കഴിഞ്ഞ സ്റ്റുഡൻസ് ആണ് ഇപ്പോൾ പുറത്തോട്ട് ബാംഗ്ലൂരിൽ അല്ലെങ്കിൽ ചെന്നൈ, മംഗലാപുരം അങ്ങനെ സ്ഥലങ്ങളിൽ ഹയർ സ്റ്റഡീസിനായിട്ട് പോവുക. അപ്പോൾ ഞാൻ മെയിനായിട്ട് ചെയ്യാൻ കാരണം പാരന്റ്സിനും ആയിട്ടുള്ളതാണ്. നിങ്ങൾ എന്തർത്ഥത്തിലാണ്, അതായത് ഒരു കോളേജ് പോയി കാണാതെയോ അല്ലെങ്കിൽ ഡയറക്റ്റ് ഒരു കോൺടാക്ട് ഇല്ലാതെയോ ഒരു ഏജൻസി ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, ഫ്രണ്ടിന്റെ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ഫ്രണ്ട് എപ്പോഴാണെങ്കിലും കബളിപ്പിക്കണം. ഓക്കെ, ഫ്രണ്ട് അറിയുന്നില്ല ഇത് പറ്റിക്കപ്പെടാണോ, ചിലപ്പോൾ ഫ്രണ്ട് അറിഞ്ഞുകൊണ്ടായിരിക്കാം, അറിയാതെ ആയിരിക്കാം. ഓക്കെ, എന്തർത്ഥത്തിലാണ് നിങ്ങൾ ഒരു കോളേജ് പോലും പോയി കാണാതെ നിങ്ങളെ മക്കളെ അവിടേക്ക് പേയ്മെന്റ് ചെയ്യുന്നത്? അതായത് നിങ്ങളുടെ മക്കൾക്ക് അവിടെ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒന്നും അറിയാതെ ആരോ എന്തോ പറയുന്നത് കേട്ട്, അതും കേരളത്തിലെ പോലെയല്ല, നിങ്ങൾക്ക് പുറത്ത് കാര്യങ്ങൾ മനസ്സിലാവുന്ന വിചാരിക്കുന്നു. അതായത് അവിടുത്തെ കോളേജ് മാത്രം നോക്കിയിട്ട് കാര്യമില്ല, അവിടുത്തെ ലൊക്കാലിറ്റി, അവിടുത്തെ നാട്ടുകാർ എല്ലാം നമ്മൾ നോക്കേണ്ടതുണ്ട്. ഇവിടുത്തെ പോലെയല്ല. ഓക്കെ, നമുക്കൊന്ന് പഠിക്കാൻ പോകുന്നുണ്ട്, നമ്മൾ 24 മണിക്കൂറും പഠിക്കാതിരിക്കില്ല. നമുക്കൊന്ന് പുറത്തിറങ്ങണം എന്ന് തോന്നിയാൽ ചിലത് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത സാഹചര്യമുള്ള കോളേജുകളൊക്കെ ഉണ്ട്. ഓക്കെ, കോളേജിന്റെ കുഴപ്പം കൊണ്ടല്ല, അവിടുത്തെ ഒരു നാടിന്റെ കുഴപ്പം കൊണ്ടാണ്. പല സ്ഥലങ്ങളിൽ അങ്ങനെ ഉണ്ട്. ഓക്കെ, അപ്പൊ എന്തർത്ഥത്തിൽ നിങ്ങൾ ഒരു കോളേജ് പോലും കാണാതെ, ഇപ്പൊ ഞാൻ ചെയ്യുന്ന അഡ്മിഷൻസ് എല്ലാം അവർക്കൊരു താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ നമ്മളുടെ, അതായത് ഏജൻസി ത്രൂ നമ്മളുടെ ചെലവിൽ നിന്നാണ് അവരെ കോളേജ് കൊണ്ടുപോയി കാണിക്കുകയും എല്ലാം കാണിച്ചു കൊടുത്ത് അവരുടെ കൺവിൻസ് ചെയ്ത് എടുക്കുന്നത്. ഓക്കെ, ഇത് എന്തർത്ഥത്തിലാണ് കോളേജ് പോലും പോയി കാണാതെ ഇവിടുന്ന് 50,000 വണ്ണിലേക്കൊക്കെ പേയ്മെന്റ് ചെയ്തിട്ട് നിങ്ങൾ അവിടെ ചെന്ന് പെടുവോ ഇല്ലയോ ഒന്നും അറിയാതെ നിങ്ങൾ എങ്ങനെയാണ്, എന്ത് അർത്ഥത്തിലാണ് നിങ്ങൾ പേയ്മെന്റ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, അതുപോലെ തന്നെ അവിടുത്തെ അക്കാഡമിക്കലി ബെസ്റ്റ് ആണോ എന്താണോ ഗൂഗിൾ നോക്കിയിട്ടാണ് നിങ്ങൾ കോളേജ് സെലക്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് PR വർക്ക് വഴി എങ്ങനെ വേണമെങ്കിലും ഒരു കോളേജിനെ ഹൈയിൽ എത്തിക്കാവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഒരു ഏജൻസി മുഖേന അല്ലാതെ ഫ്രണ്ടിന്റെ ഫ്രണ്ടാണെന്ന് റിലേറ്റീവ് എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ എന്തർത്ഥത്തിലാണ് പേയ്മെന്റ് ചെയ്യുന്നത്? എന്തെങ്കിലും, അതായത് കോളേജിന്റെ ഭാഗത്തുനിന്ന് ആയിക്കോട്ടെ ഏതെങ്കിലും രീതിയിൽ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നിങ്ങളത് എങ്ങനെ ലീഗലായിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ എങ്ങനെ മൂവ് ചെയ്യത്? കാരണം ഒരു ഏജൻസി ആണെങ്കിൽ നിങ്ങൾക്ക് ലീഗലി എങ്ങനെ ആയാലും മൂവ് ചെയ്യാം. ഓക്കെ, എല്ലാ രീതിയിലും നിങ്ങൾ അഡ്മിഷൻ എടുക്കുമ്പോൾ നിങ്ങൾ എന്ത് രീതിയിൽ അത് നിങ്ങൾ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഓക്കെ, അപ്പൊ ഞാൻ വരും വീഡിയോസിൽ ഇതിനെപ്പറ്റിയുള്ള വീഡിയോസും, അതായത് ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങളും മുന്നോട്ട് ചർച്ച ചെയ്യാനും, ഈ +2 കഴിഞ്ഞ സ്റ്റുഡൻസിന് നല്ല കോളേജസും അതുപോലെ തന്നെ എങ്ങനെ ഏത് രീതിയിൽ പോകാമെന്നുള്ള വീഡിയോസ് എല്ലാം ഞാൻ അപ്ഡേറ്റ്സ് ഉണ്ടാവും. ഓക്കെ.